ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂആർട്ട് ബൈ റിനു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഉമ്മാനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ തീ കൂട്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചൂടാക്കാൻ വെച്ചു. നല്ല മുളകിട്ട വെള്ളൂരിക്കറിയാണ്, അപ്പോൾ അത് കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കിന്ന് വേറെ മീൻകറി വെക്കണം. അപ്പോൾ പലവക മീൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ സാമ്പാറും ഉണ്ട്, അപ്പോൾ അതും തിളപ്പിച്ച് വെക്കണം. എന്നിട്ട് വേണം നമുക്ക് മീൻകറി വെക്കാൻ. അപ്പോൾ നമുക്ക് പലവക മീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കായം തേക്കാണ് ഫസ്റ്റ് തന്നെ. പിന്നെ കറി വെക്കാനുള്ളത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കായം ഓൾറെഡി നമ്മൾ ഫ്രിഡ്ജിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ കറി വെക്കാൻ എടുത്തിരിക്കുന്ന മീൻ. അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് 2 തക്കാളി, ഒരു 3 അല്ലി വെളുത്തുള്ളി, 4 വലിയ ചുവന്നുള്ളി ഒക്കെ നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ട് കുറച്ച് വേപ്പില ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചിയുടെ പീസ് ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിട്ട് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യണം. അപ്പോൾ മീൻകറി തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തേങ്ങ പൊളിച്ചു തന്നു. അപ്പോൾ തേങ്ങ പൊങ്ങായിട്ടുണ്ടായിരുന്നു ഒരു തേങ്ങ. പിന്നെ വീണ്ടും വേറെ തേങ്ങ പൊളിച്ചു. അപ്പോൾ ഇതിനും ടൈം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉമ്മാക്ക് ചായ കൊടുക്കാൻ ടൈമായി. അപ്പോൾ ഉമ്മാക്ക് ഇന്ന് 4 കാടമുട്ടയും അതുപോലെ തന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയതുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ബാക്കി പണി നോക്കാം. അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശയൊക്കെ ആയി കഴിഞ്ഞ് അപ്പോൾ ഇനി ഉമ്മാക്ക് ചായ കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഉമ്മാക്ക് നടക്കാനൊന്നും പറ്റില്ല, കൈ കഴുകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം എടുക്കണം. അതിന് ഉമ്മയുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. കൈയൊക്കെ കഴുകി നമ്മളിനി മരുന്നെടുത്ത് കൊടുക്കണം. എന്നിട്ട് പിന്നെ ഉപ്പാക്കും ഞങ്ങളൊക്കെ ചായ കുടിക്കാം. അങ്ങനെ ഉപ്പാക്കുള്ളതൊക്കെ വിളമ്പി വെച്ച് കൊടുത്തു. ഞാനും കഴിക്കായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്ന് നോക്കുമ്പോൾ തീയൊക്കെ കെട്ടിയെടുക്കുകയാണ്. അപ്പോൾ പിന്നെ അത് കത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു.
അങ്ങനെ അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് പിന്നെ നമുക്ക് തേങ്ങ അരച്ചിട്ട് ഇനി മീൻകറിയുടെ പരിപാടി നോക്കണം. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ടാവും. പിന്നെ അതിലേക്ക് പെരിഞ്ചീരകം, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക ചെയ്യുന്നത്. തേങ്ങാപ്പാലിൽ വെക്കാൻ പറ്റും, നമ്മളിവിടെ അരച്ചിട്ടാണ് വെക്കുന്നത്. അങ്ങനെ അത് അരക്കാൻ വെച്ച് പിന്നെ കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകാൻ നിന്ന്. പിന്നെ ബബ്ലൂസ് തൊലി കളയാനുണ്ടായിരുന്നു. ബബ്ലൂസ് തൊലി കളഞ്ഞ് അതിൻ്റെ അല്ലിയൊക്കെ എടുത്തിട്ട് ഉമ്മാക്ക് കൊടുത്ത്. അങ്ങനെ മീൻകറി അടുപ്പത്ത് കയറ്റി. അപ്പോഴത്തേനും നമുക്ക് ഉമ്മാനെ കാണാൻ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഫ്രഷ് ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുത്തിട്ട് അത് ജ്യൂസ് അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഉമ്മയുടെ ഒരു കസിൻ വന്നതായിരുന്നു ഉമ്മാനെ കാണാൻ. 4 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ജ്യൂസ് കുടിച്ച് അങ്ങനെ അവർ പോയി. അപ്പോൾ ബാക്കി കുറച്ച് ജ്യൂസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ കുടിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഉപ്പ പപ്പായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അതിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് കുറച്ച് വേപ്പിൽ ഇട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിൽ പൊന്നിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ തന്നെയാണ് പപ്പായ ഇട്ടിട്ട് വേവിക്കുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് നന്നായി വാടിയിട്ടുണ്ട്. അപ്പോൾ വാടി കഴിഞ്ഞപ്പോൾ കുറച്ച് തേങ്ങ ഇട്ടു അതിലേക്ക്. അതിന് ഉപ്പേരിയൊക്കെ ആയി. അപ്പോൾ ഉമ്മാക്ക് ഫുഡ് കൊടുക്കാനുള്ള ടൈമായി. അപ്പോൾ ഉമ്മാക്ക് ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ മീൻ കറി ഉണ്ട്, മീൻ വറുത്തത്, ഉപ്പേരി, പിന്നെ ഇന്നലത്തെ സാമ്പാറും ഉണ്ട്. അങ്ങനെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. മഴ ഡിസ്ചാർജായ കുറച്ച് ഡ്രസ്സുകളും പിന്നെ നമ്മളെല്ലാവരുടെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മിഷീനിലിട്ട്. അപ്പോൾ തോരയിടാൻ വേണ്ടിയിട്ട് ഉപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ ഐശ്വര്യാണെങ്കിലും നല്ല പനിക്കുണ്ടായിരുന്നു. അപ്പോൾ അവളെ സൽമാത്തയുടെ അവിടെ ആക്കി കൊടുത്തേക്കാണ്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനെ ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐശ്വര്യ കാണിക്കാൻ ഡോക്ടറെ അടുത്ത് പോയാണ്. ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റൽ തന്നെയാണ്, ചൂണ്ടുള്ള ഹോസ്പിറ്റലാണ് നമ്മൾ പോയത്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊറിയർ അയക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് വരുമ്പോൾ കൊറിയർ അയച്ചു. അങ്ങനെ വീട്ടിലെത്തി ഉമ്മാക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഐശ്വര്യ ഉറക്കേണ്ട ശേഷം ക്ലീനിങ്ങിന് നിന്നു. അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാൻ പോകുമ്പോൾ വേറൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു.
അപ്പോൾ ഇതിനിപ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയുടെ ഒരു സൗണ്ട് കേട്ടപ്പോൾ പുറത്ത് പോയി നോക്കുമ്പോൾ വേറെ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം പോയി അവർക്ക് ചായ ഉണ്ടാക്കി, അവർക്ക് ചായയും ബിസ്ക്കറ്റും കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിക്കലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പഴം ഉണ്ടായിരുന്നു. ഇപ്പോൾ പഴം വറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഐശൊന്ന് വീണ് കോണിമ കയറിയിട്ട് എന്നിട്ട് ചുണ്ടിൻ്റെ ഇടയ്ക്ക് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലായിരുന്നു. അങ്ങനെ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞ് പഴംപൊരിയുടെ പരിപാടി കഴിയുമ്പോഴത്തേനും രാത്രിക്ക് ചോറ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മാക്ക് ഫസ്റ്റ് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുപോയി. അങ്ങനെ ഉമ്മാക്കുള്ള ചോറ് കൊണ്ടുകൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. ബാക്കി കുറച്ച് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ച് കുറച്ച് പാത്രം കഴുകാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്